മകളെ നടിയാക്കാൻ വരുന്ന എല്ലാ അമ്മമാരും അത്ര നീറ്റല്ലെന്ന് ഹേമ കമ്മീഷന്റെ പരാമർശം. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം പ്രതിപാദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പീഡന ശ്രമങ്ങൾ കണ്ടില്ലെന്ന് വെക്കുന്ന മകളെ നടിയായി കാണാൻ മോഹിക്കുന്ന അമ്മമാർക്കെതിരെയും പരാമർശം. അവസരം കിട്ടാൻ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന സ്ത്രീകളും സിനിമാ വ്യവസായത്തിൽ കണ്ടേക്കാമെന്നും കമ്മിറ്റിക്ക് മുന്നിൽ മൊഴിയുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് കരുതുന്ന അമ്മമാരുമുണ്ടെന്നും കമ്മീഷൻ പറയുന്നു. അഭിനയിക്കാൻ അവസരം നൽകുന്നതിന് ലൈംഗിക താൽപ്പര്യത്തിന് വഴങ്ങണമെന്ന് പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന അമ്മമാരുണ്ടെന്നാണ് ചില സാക്ഷികൾ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. ഇത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ നിരീക്ഷണം. സിനിമാ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണെങ്കിലും അതിക്രമത്തിന് ഇരയാകുന്ന സിനിമാക്കാർ ആരും തന്നെ പരാതി നൽകാനോ നിയമവഴി തേടാനോ തയ്യാറാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതി നൽകിയാലും മറ്റും ഉണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഭയന്നാണ് പലരും പിന്മാറുന്നത്. സൈബർ ആക്രമണവും മറ്റും ഭയന്നും ചിലർ പരാതി നൽകാറില്ല. ലൈംഗികാതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ പുറപ്പെട്ടാൽ തങ്ങൾക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നും സാക്ഷികൾ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളതായി പറയുന്നു. പരാതി പുറത്തു പറഞ്ഞാൽ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നതിനെപ്പറ്റി ഒരു പിടിയുമില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്നവരായതിനാൽ സമൂഹ മാധ്യമങ്ങൾ വഴി താറടിച്ച് കാണിക്കാൻ ശ്രമമുണ്ടാകും. പരാതി നൽകിയ അടുത്ത ദിവസം തന്നെ അതുണ്ടാകും. സിനിമയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഇന്റേണൽ കമ്മിറ്റികളുടെ പ്രവർത്തനവും ഫലപ്രദമല്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റേണൽ കമ്മിറ്റി മുൻപാകെ പറയുന്ന കാര്യങ്ങൾ സിനിമയിലെ പവർ ഗ്രൂപ്പുകൾക്ക് അപ്പോൾ തന്നെ ചോർത്തിക്കിട്ടും. പരാതി പരിഹരിക്കപ്പെടില്ലെന്ന് മാത്രമല്ല, പരാതി ഉന്നയിച്ച സ്ത്രീ പിന്നീട് വീണ്ടും ഇരയാക്കപ്പെടുന്ന രീതിയാണ് കണ്ടുവരുന്നത്. സിനിമയിലെ ശക്തരായ ഗ്രൂപ്പുകൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത സ്ത്രീകളുടെ അവസരം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടെന്നും കമ്മിറ്റിക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കാൻ വിളിക്കുന്ന നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും അടുത്ത് അപവാദങ്ങൾ പ്രചരിപ്പിച്ചാണ് അവസരങ്ങൾ നിഷേധിക്കാൻ ഇടപെടുന്നതെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. എൻലൈറ്റ് മീഡിയ, കൊച്ചി.